അവൾക്കൊരിക്കലും ആ കുഞ്ഞിനെ വളർത്താനാവില്ല. കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് നിരഞ്ജനെ ആശ്വസിപ്പിക്കുന്ന സുധി. എങ്ങനെ കഴിയും? കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞുമായി ഫൈസി അവളെ വിടുവോ? ഞാനും എന്റെ പിള്ളേര് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും പോവില്ല. എന്ത് സംഭവിച്ചാലും അമ്പാടി വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് ശ്യാമള. എന്താടി നീ മനസ്സിൽ കണ്ടത്? അമ്മാളുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ദിവസങ്ങൾ അടുത്ത് വരുംതോറും മനസ്സിനൊരു ഭയവാ ചേച്ചി. കുഞ്ഞമ്മയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അർച്ചന. എന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ. ഇപ്പൊ നീ അതൊന്നും ആലോചിക്കണ്ട. രാത്രി മഴ തുടരുന്നു. ഹലോ രാഘവ. ആ എടി കാർത്തേനി, എന്തൊക്കെയാണടി വിശേഷങ്ങൾ? അർച്ചനയ്ക്ക് സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെയാടാ. അവളുടെ പ്രസവം അടുത്തല്ലോടി. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എങ്ങനെയാടി കാര്യങ്ങള്? നീ നേരിട്ടിടപെട്ട് കൊച്ചിനെ SP കൊടുക്കാനാണോ തീരുമാനം? പിന്നെന്തിനാ ഞാൻ അവളെ ഇത്ര നാളും തീറ്റിപ്പോറ്റിയത്? ഒരു SP എന്ന് വെച്ചാൽ ആരാന്നറിയോ നിനക്ക്? നീ കണ്ട SI-മാരെ പോലൊന്നുമല്ല. നിനക്ക് നേരിട്ട് കൊമ്പ് ഓർക്കാൻ കഴിയില്ലടി. ആ ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ കൈ നിക്കത്തില്ലടി. കാശിനോട് ആർത്തി മൂത്ത് രായപ്പം കുഴിയിൽ വീണെന്ന് നിനക്കറിയാലോ. അയാൾ കൊച്ചിനെയും കൊണ്ടുപോകും, നീ അകത്തുമാവും. ഓ പിന്നെ കൊച്ചിനെ വെച്ച് കളി തുടങ്ങുന്നതിന് മുമ്പ് നീ അവളെ എനിക്ക് തന്നേക്കണം. അതിനെ ഞാൻ പറഞ്ഞ കാശ് നീ റെഡിയാക്കി വെച്ചോ. നീ എനിക്കുള്ള വീതമൊന്നും തരണ്ട. കൊച്ചിനെ വെച്ചുള്ള ഡീലിങ്സിന് നിന്നെ ഞാൻ സഹായിക്കാം. നിന്റെ നന്മ കരുതി ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നീ ഫോൺ വെച്ചോ രാഘവ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആ നിന്റെ പണി എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. പക്ഷേ ഇക്കാര്യം നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. ആ ചെവളയാ വിളിച്ചത്. എന്താ ചേള് പറയുന്നത്? ഓ അവൻ എന്നെ പേടിപ്പിക്കുക. കൊച്ചിനെ കൈമാറാൻ അവൻ സഹായിക്കാന്ന്. അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇതില് പങ്കുപറ്റാനുള്ള ലക്ഷ്യം തന്നെയാ ചെവളയുടേത്, അല്ലേ ചേച്ചി? എന്താ അതിൽ സംശയം? പക്ഷേ SP-യോട് നേരിട്ട് നമ്മൾ ഇടപെടുന്നത് വലിയ റിസ്കാ. എന്ത് റിസ്ക് ആടാ ഉള്ളത്? അയാളുടെ പവറേ അയാളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. കൊച്ചിനെ വേണമെങ്കിലേ കാശ് തരണം. രായപ്പം 10 ലക്ഷം രൂപയാ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അർച്ചന നമ്മുടെ കയ്യിലുണ്ടോന്ന് അറിയാൻ അയാൾ ഇറക്കിയ നമ്പറല്ലേ അത്. കൊച്ചിനെ കൊടുത്താ ഏറിയാലൊരു 3 ലക്ഷം രൂപ കിട്ടും. നമുക്കൊന്ന് പിടിച്ചു നോക്കാടാ, കൂടുതൽ കിട്ടുമോന്ന്. നിനക്കെന്താ സംശയമുണ്ടോ? ഉണ്ട്. SP-യോട് വില പേശി കാശ് വാങ്ങുന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. ചെവിളയ്ക്കൊരു വിഹിതം കൊടുത്താലും വേണ്ടില്ല. അയാളെ വെച്ച് ഡീൽ നടത്തുന്നതാ നല്ലത്. ഒരു ചില്ലി കാശ് പോലും ഇക്കാര്യത്തിൽ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അവൻ ഇതിൽ ഇടപെട്ട പെണ്ണിനെ വെറുതെ അങ്ങ് കൊണ്ടുപോകും. ഏടാ, ഏതൊരു കൊലകൊമ്പനും അവന്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാ മുട്ടുമടക്കും. ഒന്നും അറിയാതല്ലടാ രായപ്പനെ ഒഴിവാക്കി ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. കാർത്തിയായനി ഒരു കര കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നീന്തി കേറുക തന്നെ ചെയ്യും. ചേച്ചി സമ്മതിച്ച കഴുത്തിറക്കം വെട്ടുമ്പോ ചെറിയൊരു മാറ്റം വരുത്താം. ഒരു മാറ്റവും വേണ്ട. അതൊന്നും ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. വേണ്ടെങ്കി വേണ്ട. ഫാഷനൊക്കെ ഈ നാട്ടിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നാ മതി. ഹലോ, ആര്? എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പിന്നെന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? വെറുതെ കയറി വന്നതല്ല, വിളിച്ചിട്ടാ കയറി വന്നത്. ആര് വിളിച്ചതാ? ദേ ഇവള്. ആരാ രവതീവൻ? നീ വിളിച്ചിട്ടാണോ ഇവൻ വന്നേ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ചേച്ചി. ഇത് സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനോ? ഇവിടെ വഴിയെ പോകുന്നവർക്ക് കയറി വന്ന അനാവശ്യം പറയാൻ പറ്റില്ല. ഞാൻ എന്താ അനാവശ്യം പറഞ്ഞെന്നാ നിങ്ങൾ പറയുന്നേ? രേവതി വിളിച്ചിട്ട് ഇയാള് വന്നതാണെന്നല്ലേ പറഞ്ഞത്? ക്ഷണിച്ചില്ലെങ്കിലും ഇവള് വരുത്തിച്ചതാ എന്നെ. ഇയാൾക്കിപ്പോ എന്താ വേണ്ടേ? ഇവൾ എന്റെ കയ്യിൽ നിന്നൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വിലയുള്ള ഫോണാ. അതെനിക്ക് തിരിച്ചു വേണം. അത് ചോദിക്കാനാ ഞാൻ വന്നത്. എന്തൊക്കെയാ രേവതി കേക്കുന്നേ? കേക്കാൻ സുഖമുള്ള കാര്യങ്ങളാ. എന്നെ കൊണ്ട് പറയിപ്പിക്കണോടി. ഇയാളുടെ സ്ഥലം എവിടെയാ?
ഇവളുടെ വീടിനടുത്താ. എൻ്റെ അമ്മയെ തയ്യൽ പഠിപ്പിക്കാൻ വന്നതാ അവള്. പിന്നീട് വീട്ടിൽ നിന്ന് പലതും കളവ് പോയി തുടങ്ങി. അനിയത്തിയുടെ ചുരിദാർ കാണാതെ പോയതോടെയാ അമ്മയ്ക്ക് സംശയം തുടങ്ങിയത്. കള്ളോ ചേച്ചി ഇവൻ പറയുന്നേ? മുഖത്ത് നോക്കി പറയടേ, ഞാൻ പറയുന്നത് കള്ളമാണെന്ന്. നീ അത് വിട്ട് ഒരു ദിവസം പുറത്തു പോയപ്പോഴാ അമ്മ കാണുന്നത്. ദൈവമേ, എന്തൊക്കെയാ ഈ ചതിയൻ പറയുന്നേ? അതൊരു തുണിയല്ലേ, ഞങ്ങൾ കളഞ്ഞു. അതിനു മുമ്പേ ഇവൾ എന്നെ വളച്ചൊരു മൊബൈൽ ഫോൺ വാങ്ങി. ഇവളുടെ കൊഞ്ചലിൽ ഞാനും വീണുപോയി. അതെനിക്ക് നഷ്ടപ്പെടുത്തി കളയാനൊന്നും പറ്റത്തില്ല. അമ്മ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ ഷോപ്പിന് പുറത്തു വെച്ച് മതി. ഇവിടെ വെച്ച് ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. ഇയാളിപ്പോ ഇവിടുന്ന് പോണം. ഇവൾ എവിടെയുണ്ടോ അവിടെ വന്നേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. അത് എന്റെ ഷോപ്പിൽ വേണ്ടാന്നാ പറഞ്ഞത്. അത്രയും അഭിമാനിയാ നിങ്ങളെങ്കിൽ ഇവളെപ്പോലുള്ളവർക്ക് ജോലി കൊടുക്കരുത്. ജോലി കൊടുത്തിട്ട് ആരും വന്നേക്കരുതെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യമാണോ? ഞാനിപ്പോ പോവാം. എന്റെ ഫോൺ കിട്ടാതെ ഞാൻ പിന്മാറില്ല. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാലോ. ഒരു മെസ്സേജ് പോലും ഡിലേറ്റ് ആയി പോവരുത്. ഞാൻ രേവതിയെ പറ്റി ഇങ്ങനെയൊന്നും അല്ല കരുതിയേ. അവൻ കള്ളോ ചേച്ചി പറഞ്ഞത്? അപ്പൊ ഫോണിന്റെ കാര്യം പറഞ്ഞതോ? ഫോൺ തരാന്ന് അവൻ പറഞ്ഞെങ്കിലും ഞാനത് വാങ്ങിയില്ല. അവന്റെ വലയിൽ വീഴാത്തതിന്റെ പകയാ എന്നോട് അവൻ തീർക്കുന്നത്. അല്ല, നിങ്ങളെന്താ വേഗം തിരിച്ചു പോന്നേ? സിസേറിയൻ ഇന്നുണ്ടാവില്ലേ? ഇന്നതിനുള്ള സാധ്യതയില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനുള്ള നീക്കം ഉണ്ടെങ്കിൽ ഫൈസി അറിയിക്കും. അവിടെ അധിക നേരം ചുറ്റിപ്പറ്റി നിൽക്കാൻ പറ്റില്ല. ഇക്കാര്യത്തില് എനിക്ക് വേറെയും ചില സംശയങ്ങളും പേടിയൊക്കെ ഉണ്ട്. എന്താ അമ്മേ? വർമ്മ സാറിന്റെ മകന്റെ കുഞ്ഞല്ലേ അത്? അപ്പോ ആ കുഞ്ഞിനെ വർമ്മ സാർ ആവശ്യപ്പെട്ടാലോ? എന്തിന്? അവളൊന്ന് പ്രസവിച്ച് കിട്ടിയാൽ മതി അയാൾക്ക്. ആ പെണ്ണിനെയും കുഞ്ഞിനെയും ഫൈസിയെ ഏൽപ്പിച്ചിരിക്കുക. ഫൈസിക്ക് എന്തും ചെയ്യാം. എങ്കിലും അങ്ങനൊരു ബുദ്ധിമോശം വർമ്മ സാർ കാണിക്കോ? അമ്മ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ഭാവിയിൽ കുടുംബത്തിനൊരു ബാധ്യതയാവുമെന്ന് വർമ്മ സാറിന് തോന്നിയാലോ? ഞാൻ പറഞ്ഞത് ഇപ്പൊ സുധിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നാളെ ആ കുഞ്ഞ് അവർക്ക് ഭീഷണിയായിട്ട് വരുമെന്നുള്ള പേടി പലരും ചിന്തിക്കുന്ന കാര്യം തന്നെയാ. ആ അതെ, അത് തന്നെയാ ഞാനും ഉദ്ദേശിച്ചത്. കുഞ്ഞിന്റെ കൂടെ അമ്മയുണ്ടെങ്കിലല്ലേ അങ്ങനൊരു ഭീഷണി ഉണ്ടാവൂ. കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ അതിന്റെ പിതൃത്വം അവിടെ തീർന്നില്ലേ? എങ്കിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷേ വർമ്മ സാർ ഒരു മുൻകരുതൽ എടുത്തുകൂടാന്നില്ല. ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ നിയന്ത്രണം വീട്ടുകാർ പോലും അറിയാതെ വർമ്മ സാർ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. വളരെ നല്ല മനുഷ്യനാ വർമ്മ സാർ. കുഞ്ഞിനെ സ്വീകരിക്കുന്നത് നമ്മളാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. തന്റെ മകന്റെ കുഞ്ഞ് തെരുവിലോ ഓർഫനേജിലോ വളരാൻ പാടില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണാ പോരെ? സുധി, അമ്മ പറയുന്നതിന് സാധ്യതയുണ്ട്. അയാൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഫൈസിക്ക് പോലും അറിയത്തില്ല. നിരഞ്ജനെ പേടിക്കാതിരിക്കെ. ഒരു കാര്യത്തിലും വർമ്മ സാറിന് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഫൈസിയുടെ മാത്രം കൺട്രോളിൽ ആ കുട്ടി. കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും നിരഞ്ജന. കുഞ്ഞിനെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലേക്കാണെന്ന് വർമ്മ സാർ ഒരിക്കലും അറിയാൻ പാടില്ല. ഏതിനും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിർണായകമാണ്. പക്ഷേ കാത്തിരിക്കാനല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല. നീ എത്തിയോ? ആ, അർച്ചന എവിടെ ചേച്ചി? അവള് കിടക്കുക. പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ മരുന്നാ ഡോക്ടർ കുറിച്ചത്. ആ കുറിപ്പ് വെച്ച് വീണ്ടും മരുന്ന് വാങ്ങി കഴിക്കുന്നത് ശരിയല്ല. കാര്യമൊക്കെ എനിക്കും അറിയാം. കാർത്തു ചേച്ചി പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂ. ചേച്ചി അവളെ ഒന്ന് വിളിച്ചേ, എനിക്ക് പോണം. അർച്ചനെ, ഒരു പ്രാവശ്യം കൂടി അവളെ കൊണ്ട് കാണിക്കാൻ നീ കാർത്തികനോട് പറയണം. എന്നിട്ട് വേണം അവർ എന്റെ മെക്കെട്ട് കയറാൻ.
കാർത്തുവച്ചിയുടെ സ്വഭാവം അറിയാലോ. അവരോരോന്ന് തീരുമാനിച്ച അതിലൊരു മാറ്റവും വരത്തില്ല. ഇവക്ക് തീരെ വയ്യടാ. ദാ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ചെന്നാലും ഇതൊക്കെ തന്നെ കുറിച്ച് തരുന്നത്. കാർത്തു ചേച്ചിയോട് ഒന്നിവിടെ വരെ വരാൻ പറയൂ. ഞാൻ പറയാം, പക്ഷേ കടയിൽ തിരക്കിട്ട് കച്ചവടം നടക്കുന്ന സമയം എന്ന് വരുമെന്നറിയില്ല. എനിക്ക് ചേച്ചി ഒന്ന് കാണണം. ആശുപത്രി പോകാനാണെങ്കിൽ നടക്കില്ല. ഇനി തിരുവനന്തപുരത്ത് പ്രസവത്തിന് പോയാൽ മതി എന്നാ ചേച്ചി പറയുന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങി ചേച്ചി. കഴിച്ചിട്ട് പോകടാ. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അവള് വരില്ല, അതാ അവനെ പറഞ്ഞു വിട്ടത്. കിടപ്പാടം വിറ്റിട്ട് കെട്ടുപ്രായം കഴിഞ്ഞ 2 പിള്ളേരെയും കൊണ്ട് എവിടേക്ക് പോകുമെന്നാ രായപ്പൻ പറയുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നതും മറ്റൊന്നും നോക്കിയല്ല. ഈ നാടെനിക്ക് ഭാഗ്യമില്ലാത്തതാ. ഇവിടെയൊന്ന് ഉറക്കാമെന്നാ കരുതിയത്. അതിപ്പോ നടക്കില്ലെന്ന് ബോധ്യം വന്നു. രായപ്പൻ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണെന്നേ ഞാൻ പറയും. എടോ, സമയം മാറിയും തിരിഞ്ഞും വരും. അതിനൊക്കെ കുടുംബം എഴുതി വിറ്റ് പോകേണ്ട കാര്യമുണ്ടോ? രായപ്പൻ കുറച്ചു കാലം കൂടെ ക്ഷമിക്കേ. ഈ മോശ സമയമൊക്കെ മാറി കിട്ടൂടോ. അത് മാറത്തൊന്നുമില്ല ആശാനെ. എനിക്ക് ഈ നാട് പറഞ്ഞിട്ടില്ല. വീടിനും പറമ്പിനും ആശ ഒരാളെ വിളിച്ചോണ്ട് പോവാ. രായപ്പന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല ആശാനെ, ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. അന്നേ ആ വീടും പറമ്പും ലക്കിന് കിട്ടിയതാ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അത് കിട്ടണമെന്നില്ല. ഇതിപ്പോ ലാഭം നോക്കിയുള്ള കച്ചവടമൊന്നുമല്ല. എനിക്കിവിടുന്ന് എന്റെ മക്കളുമായിട്ടൊന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോ രായപ്പന് ഞങ്ങളെയൊക്കെ മടുത്തു. ഏയ് ആശാൻ അങ്ങനെ പറയരുത്. ഇവിടെ കിടന്നാ ഇനി എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ശരി, ഞാൻ നടേശനെ കണ്ട് കാര്യം പറയാം. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഭൂമി വല്ലതും വിൽക്കാനുണ്ടോന്ന് അയാൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു. ഒരാവശ്യക്കാരുണ്ടായത് നന്നായി. രായപ്പൻ ശ്യാമളയുമായി ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. ആലോചിച്ചു കഴിഞ്ഞതാ. ശരി, ഞാൻ നടേശനൊന്ന് വിളിക്കട്ടെ. മുമ്പേ അയാൾക്ക് ആ വീടിനോട് നോട്ടമുണ്ടായിരുന്ന. എന്നാ ആശാൻ വിളിച്ച് വിവരം പറ. ആ, ഞാൻ വിളിച്ചു നോക്കാം. താൻ വാ, നമുക്ക് പോവാം. വിസ 2 ആഴ്ചക്കുള്ളിൽ വരുന്ന ആകാശ് പറഞ്ഞത്. 1 മാസത്തിനുള്ളിൽ കയറിപ്പോണം. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. നിരഞ്ജനെ കൊണ്ടുപോകുന്നുണ്ടോ? അവളെ ഇവിടെ നിർത്തിയിട്ട് പോകാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. പിരിയുന്ന ബുദ്ധിമുട്ട് അവള് പ്രകടിപ്പിച്ചില്ലെങ്കിലും എനിക്കത് മനസ്സിലായി. അളിയ, ഇത് നല്ല തീരുമാനമാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വേണം. നിങ്ങളിത് ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞതാ, നിങ്ങൾ അവിടെ സെറ്റിലാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന്. ആകാശ് അവിടെ നല്ല നിലയില്ല. അവന്റെ അച്ഛൻ 40 വർഷമായിട്ട് സിംഗപ്പൂരിലല്ലേ. അവൻ മനസ്സ് വെച്ചാ ഒരു ലേബർ വിസയ്ക്ക് ഒരു പ്രയാസം വരില്ലടാ. ഇലക്ട്രോണിക് ബിസിനസ് അല്ലേ അവർക്ക്. അതെ, ചേഞ്ച് വേണോടാ സ്തുതി. നീ ആ ബാങ്കിലിരുന്ന് മുരടിച്ചു പോവാതെ ജീവിതം ആഘോഷിക്ക്. അതിന് പറ്റിയ സ്ഥലമാ സിംഗപ്പൂര്. നിരഞ്ജനയുടെ ഡെലിവറി ഡേറ്റ് നോക്കി വേണം നീ എനിക്കും അനുപമയ്ക്കും വിസിറ്റിംഗ് വിസ അയച്ചു തരാൻ. നീ റെഡിയായിരുന്നോ? ഞാനത് വാക്ക് പറഞ്ഞതല്ലേ. അവളെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഹണിമൂൺ സിംഗപ്പൂരിലാണെന്ന്. അപ്പോ നീ മോഹം കൊടുത്തല്ലേ? അത് വേണ്ടടാ. നിങ്ങൾ യാത്രയാവുന്നതിന് മുമ്പ് ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരെയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജനെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അടുത്ത ഞായറാഴ്ച ഫിക്സ് ചെയ്തു. നമുക്ക് അവിടെ വരെ പോടാ. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ചു പറയാം. ഞാൻ പറയുന്നു, നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാലൊന്നും അഡ്മിറ്റ് ചെയ്യത്തില്ല. വെറുതെ വണ്ടിയും പിടിച്ച് ചെല്ലാവുന്ന മാത്രം. പ്രൈവറ്റ് ആശുപത്രി പോലൊന്നും അല്ല സർക്കാർ ആശുപത്രി. അവര് വെറുതെ ഒന്നും പിടിച്ചു കിടത്തത്തില്ല. ചെന്ന് നോക്കണം, നിലത്ത് പായ് മരിച്ച ആളുകൾ കിടക്കുന്നത്. അപ്പൊ തോന്നും തിരിച്ചു പോന്നാ മതിയെന്ന്. പ്രസവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ 1 ആഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ദൈവസഹായം കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല.
കാലിലെ നീരിപ്പോഴും ഉണ്ട്. നീര് മാത്രമല്ല വയറുമുണ്ട്. എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ ചന്ദ്രി. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ തന്നെയാണോ 2 പെൺപിള്ളേരെ പെറ്റത്? നിന്റെ ഓരോ വർത്താനം കേൾക്കുമ്പോ എനിക്ക് സംശയമുണ്ട്. പിന്നെ കാർത്തു ചേച്ചി, പുനലൂരുള്ള ഒരു ഡോക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അവിടേക്ക് പോയാൽ മതി ചേച്ചി. അത് പ്രൈവറ്റ് ആശുപത്രിയല്ലേ? അതെ. നീ ആ പറഞ്ഞ ഡോക്ടറെ പേരെന്താ? ഹിമ വാസുദേവ്. അതവരുടെ സ്വന്തം ആശുപത്രിയാണോ? അല്ല. അപ്പൊ നീ പ്രൈവറ്റ് ആശുപത്രിയിലെ പ്രസവിക്കൂ അല്ലേ? സർക്കാർ ആശുപത്രി നിനക്ക് പിടിക്കില്ല. അടി കൊച്ചേ, ഞാൻ കാശുകാരിയൊന്നുമല്ല. നിന്റെ പേരെടുക്കാൻ എന്റെ കയ്യിൽ ആരും കാശ് തന്നിട്ടുമില്ല. നിന്നോടൊരു സഹതാപം തോന്നി കൂടെ നിർത്തിയപ്പോ നിന്നിന്റെ സൗകര്യങ്ങൾ പറയുകയാണല്ലേ? ചേച്ചി ഇങ്ങനൊക്കെ പറഞ്ഞ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ സുഖം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഡോക്ടർക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എടി, എല്ലാ ഡോക്ടർമാർക്കും കാര്യങ്ങളൊക്കെ അറിയാം. അവർക്കാരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. നിന്റെ ആ ഡോക്ടർ മാത്രമല്ല പേരെടുക്കാൻ പഠിച്ചിട്ടുള്ളത്. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയ ആശുപത്രി ബില്ല് അവര് കൊടുക്കുവോ? ബില്ലടിച്ച് കയ്യിലോട്ട് തരുന്നതേ ആശുപത്രിക്കാരാ. വയറ് കയറി കൊച്ചിനെ എടുത്ത തുക 50-ന് പുറത്തു പോകും. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. നിന്നെ ഏൽപ്പിച്ചപ്പോഴേ നിന്റെ ആ ചത്തപ്പൻ പേരെടുക്കാനുള്ള കാശ് തന്നിട്ടുമില്ല. മതി കാർത്തിയാനി, നിന്റെ നാവിന് ബെല്ലും ബ്രേക്കും ഇല്ല. പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയാലും കാർത്തിയാനി പറയും. മനസ്സിലൊന്ന് വെച്ച് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. രോഗികളെ പിടിക്കാൻ വേണ്ടി ഈച്ചടിച്ചിരിക്കുന്ന പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ ചാക്കിട്ട് പിടിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നീ 2 പറ്റത് എവിടെ അടി ചന്ദ്രി? അത് താലൂക്ക് ആശുപത്രിയിലാ. നെടുമങ്ങാട് വേറെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടായിരുന്നല്ലോ. നീ എന്താ അങ്ങോട്ട് പോകാതിരുന്നത്? നമ്മുടെ കൊക്കിൽ ഒതുങ്ങില്ല. അതാ ഞാൻ ഇവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. കാർത്തിയായനി പറയുമ്പോ അതിനിത്തിരി ചൂട് കൂടും, അത്രേ ഉള്ളൂ. താലൂക്ക് ആശുപത്രിയിലേക്കാട്ടി വലിയ ആശുപത്രിയിൽ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നതേ നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളതുകൊണ്ടാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ സുഖം കിട്ടും, പക്ഷേ സർക്കാർ ആശുപത്രിയിലുള്ള നല്ല ചികിത്സ കിട്ടത്തില്ല. ഇനി കുറെ കാശ് കളയാന്ന് വെച്ച് പുനലൂരിലെ ആ ആശുപത്രിയിലോട്ട് ചെന്ന് കേറിയ നീ അപ്പ വിവരം അറിയും. നിന്റെ പ്രസവ തീയതി നോക്കിയിരിക്കുക രായപ്പൻ. SP എപ്പോഴേ ആ ആശുപത്രി വിളിച്ച് ചട്ടം കെട്ടിട്ടുണ്ടാവും. 2 ദിവസം മുമ്പ് SP മറ്റൊരുത്തനും എന്നെ ഒന്ന് വിരട്ടാൻ വന്നിരുന്നു. ഞാൻ കുറ്റിച്ചൂലെടുത്തു, പക്ഷെ അവര് വിട്ടുകളഞ്ഞിട്ടില്ല. നിന്റെ പിന്നാലെ തന്നെയുണ്ട്, തിരക്കി നടക്കുക അവര്. കാർത്തിയാനി പറയുന്നതിൽ കാര്യമുണ്ട്. നീ അത് മറന്നേക്ക്. തിരുവനന്തപുരത്താവുമ്പോ ഒരു കുഞ്ഞു പോലും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു ചന്ദ്രി. ഞാൻ എന്നാ ഇറങ്ങുക പെണ്ണെ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ചന്ദ്രി വിളിച്ചു പറഞ്ഞോളൂ. നീ സന്തോഷമായിട്ടിരുന്നാ മതി. ഇറങ്ങട്ടെ? നീ ഒന്ന് വന്നേ. എടാ, ഞാൻ പാലോട് ചേച്ചിയുടെ വീട്ടിലാ. വൈകുന്നേരം വിളിക്കാളിയാ. വരാം. ഓക്കെ. അപ്പോ പിന്നെ ചന്ദ്രി, നീ അവിടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കരുത്. നീ കുറച്ച് മനസ്സലിവ് കാണിക്കുന്നുണ്ടാ അവള് തലേ കയറിയിരിക്കുന്നു. നീ എന്ത് പറഞ്ഞാലും അവളൊരു തന്റേടി പെണ്ണാണെന്ന് ഞാൻ സമ്മതിക്കില്ല. ഒരു പാവ അവള്. അവള് പാവമായതുകൊണ്ടാണല്ലോ ഒരുത്തന്റെ കൊച്ചിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. ചെറുക്കം നിൽക്കുന്നു, അല്ലെങ്കിൽ എന്റെ വായിന്ന് വേറെ വല്ലതും കേൾക്കും. പറഞ്ഞേക്കാം. അവള് പുനലൂരെ ഡോക്ടറെ കാണാൻ പോകുന്നെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. അതെന്താ? അവളെയും കൊച്ചിനെ സംരക്ഷിച്ചോളാമെന്ന് ആ ഡോക്ടർ പറഞ്ഞു കാണും. അല്ലെങ്കിൽ അവളിങ്ങനെ തുള്ളേണ്ട കാര്യം എന്തുവാ? അവളെ കൊണ്ടുകിടന്ന് പ്രസവിപ്പിച്ചിട്ട് നിനക്കുള്ള നേട്ടം എന്താ? എടാ ആംബ്രോസേ, നിന്റെ ചേച്ചിയുടെ തലയിലെ വെട്ടം വീണ് തുടങ്ങിയടാ. നീ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ? ഒന്നും മനസ്സിൽ കാണാതെ ഞാൻ ഇതിന് ഇറങ്ങിത്തിരിക്കൂടി. എനിക്ക് ഗുണമുണ്ടെങ്കിൽ നിനക്കും ഗുണമുണ്ടാവും. കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നടി. അത് സാരമില്ല. അപ്പൂപ്പൻ നടയെന്നെ ഒരു ചരട് ജപിച്ച് ഇടിപ്പി കെട്ടിക്കും. ഇനിയാ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. അവൾ എടുത്തു ചാടിയ പുനലൂരെ ഡോക്ടറെ കയ്യിൽ ചെന്ന് പെട്ട നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോ. എന്നാ നിന്നോട് ഞാൻ പൊറുക്കില്ല ചന്ദ്രി. ഇവിടെ വെച്ച് അവക്കൊന്നും സംഭവിക്കാതെ നീ നോക്കിയാ മതി.
അത് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. പ്രസവവേദന തുടങ്ങുമ്പോൾ നീ എന്നെ വിളിക്കും. ഞാൻ അവളെ അപ്പം തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. അതോടെ നിന്നെ ഏൽപ്പിച്ച ജോലി തീരും. ചന്ദ്രയേച്ചി പേടിക്കാതിരിക്കേ. ഈ വീട്ടിൽ വെച്ച് അർച്ചനയ്ക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. കാർത്തു വെച്ച് അവളെ കൊണ്ടുപോയിക്കോളും. ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഞാനല്ലേ പറയുന്നത്. എത്രയും വേഗം അവളെ ഒന്ന് കൊണ്ടുപോയാൽ മതി. ഇതുവരെ ഇവിടെ ഒരു പെണ്ണുള്ള കാര്യം ഈ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇനി ആരും അറിയാനും പോകുന്നില്ല. നീ കുറച്ച് കാശൂടെ വെച്ചു വാങ്ങിക്കോ ചേച്ചി. നീ തന്ന പൈസ ഇതുവരെ തീർന്നിട്ടില്ല. എടി, ഇത് നിനക്കുള്ള കൂലിയാ. പിടിക്കടി അങ്ങോട്ട്. ബാക്കിയൊക്കെ പിന്നാലെ വരും. നോക്ക്, ഇരുട്ടുവോളം വെള്ളം കോരിട്ട് ഇരുട്ടിയപ്പം കുടമിട്ടുടച്ചതുപോലെ ആവരുത്. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. വണ്ടി എടുക്കടാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അമ്മാളുവിന്റെ ആരോഗ്യനിലയിൽ നല്ല മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫൈസി എന്നോടത് പറഞ്ഞു. അമ്മാളുവിന്റെ മാറ്റം കണ്ട സിസേറിയ ഉടനെ വേണ്ടാൻ ഡോക്ടർ തീരുമാനിച്ചത്. നമ്മളെ സംബന്ധിച്ച് അത് നല്ല കാര്യമാണ്. പൂർണ്ണ വളർച്ച എത്തിയ കുട്ടിയെ വേണം നമുക്ക് കിട്ടാൻ. കുറച്ചുകൂടെ കാത്തിരുന്നാ പോരെ. അമ്മയുടെ സംശയം ഞാൻ ഫൈസിയോട് ഷെയർ ചെയ്തു. എന്നിട്ട് വർമ്മ സാറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് ഫൈസി ഉറപ്പ് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിന് വഴങ്ങിക്കൊടുക്കാനും ഫൈസി തയ്യാറല്ല. അമ്മയുടെ വാക്കുകൾ വലിയ ടെൻഷനായി മനസ്സിലുണ്ടായിരുന്നു. ഫൈസി ഉറപ്പ് തന്നിട്ടാ എനിക്ക് സമാധാനമായത്. ഫൈസിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്വപ്നവും കൊണ്ട് ഫൈസിയാ നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇത്രത്തോളം മോഹിപ്പിച്ചിട്ട് നിരാശപ്പെടുത്താൻ അയാൾക്ക് കഴിയില്ല. ഇപ്പൊ മനസ്സിന് നല്ല ബലം തോന്നുന്നുണ്ട്. അമ്മാളുവിന്റെ ആരോഗ്യസ്ഥിതിയായിരുന്നു ആദ്യം വിഷമിപ്പിച്ചത്. ഹോസ്പിറ്റലിൽ എത്തിയതോടെ അവൾ അത് ഏറെക്കുറെ തരണം ചെയ്തു. എതിർത്ത് നിന്ന് അച്ഛനും അമ്മയും അനുകൂലമായിട്ടും വന്നു. അപ്പോ നിരഞ്ജനയുടെ മോഹങ്ങൾ പൂവണിയുകയാണ്. അതിലെനിക്കൊരു സംശയമില്ല സുധി. കുഞ്ഞിന്റെ കാര്യം വന്നപ്പോ ഞാൻ എതിർത്തിരുന്നെങ്കിൽ വഴി പിരിയാനുള്ള തീരുമാനം എടുത്തിരുന്നവളാ നിരഞ്ജന. ഞാൻ ആ നിമിഷം മറന്നിട്ടില്ല. വേറെന്ത് പ്രതീക്ഷയാ സുധി എനിക്കുള്ളത്? ഫൈസിയ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ അതെന്റെ ജീവിതത്തിൽ ഒരു പ്രകാശമാവുന്നത് പോലെ തോന്നി. നിരഞ്ജനയ്ക്കറിയാലോ, ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എനിക്കൊരു നേട്ടവുമില്ല. മറ്റാരേക്കാളും അത് നന്നായി അറിയുന്നവൾ ഞാനല്ലേ. ഒരച്ഛനാവാനുള്ള എല്ലാ യോഗ്യതയും സുധിക്കുണ്ട്. എന്നെ സുധീനെ ഒഴിവാക്കിയാലും എനിക്ക് പരിഭവമൊന്നും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിലെ പുരുഷൻ മാത്രമല്ല സുധി, എന്റെ ഈശ്വരൻ കൂടെയാണ്.